ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണന് ഒരു അപകടം സംഭവിച്ചു എന്നറിഞ്ഞ് സ്വപ്നം കണ്ട് എണീക്കുക കേട്ടോ കൺമണി അപ്പോൾ തന്നെ കൃഷ്ണനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സാറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, കൺമണി എന്താ നീ പറയുന്നേ? അല്ല സാർ നിൽക്കുന്ന അവിടുത്തെ പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നിനക്കെന്താ വട്ടായോ കൺമണി? ഈ രാത്രി ഇവിടെ ആര് വരാനാ? ആരുണ്ടെന്നാ നീ പറയുന്നത്? ഞാൻ നല്ല ഉറക്കത്തിലാണെന്നൊക്കെ പറയുന്നു. എന്നിട്ട് നീ ഒന്ന് ഫോൺ വെച്ച്, എനിക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ കൃഷി ഫോൺ വെക്കുമ്പോഴത്തേനും കൺമണിക്കാണെങ്കിലും ആകെ ഒരു അസ്വസ്ഥത. ഒന്നാമത് ഇങ്ങനെ കണ്ടല്ലോ, ഇനിയിപ്പോൾ സാറിന് എന്തെങ്കിലും സംഭവിക്കുമോ, ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെ കൺമണി എന്തായാലും ധനലക്ഷ്മിയുടെ സ്കൂട്ടർ എടുത്തിട്ട് പോവാട്ടോ ചെയ്യുന്നത് ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്ന് നോക്കുമ്പോൾ കൃഷി സാറ് നല്ല ഉറക്കമാണ്. ആ സമയത്ത് തന്നെ കൺമണി വന്നു എന്ന് അറിയിക്കുന്നൊന്നുമില്ല. എന്നിട്ട് കൺമണി അടുത്ത് ചെന്ന് ഇരിക്കുന്നുണ്ട്. സാറിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്താ ഇത്ര ആഗ്രഹം? മാത്രമല്ല മാനസമേടം സാറിന് ചതിക്കുകയാണെന്ന് അറിഞ്ഞതോടുകൂടി എന്താ ഇത്ര വല്ലായികയൊക്കെ എനിക്ക് തോന്നുന്നത്? അത് സാറ് ചതിക്കപ്പെടുകയാണെന്ന് അറിഞ്ഞുള്ള സഹതാപമാണോ, അല്ലെങ്കിൽ മറ്റു വല്ലതുമാണോ എൻ്റെ മനസ്സിൽ എന്നൊക്കെ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് കൃഷ്ണാണെങ്കിലോ കൺമണിയുടെ കൈ കയറി പിടിക്കുന്നുണ്ട്. ഉറക്കത്തിലാണേ. അപ്പോഴത്തേനും ചുമലിൽ ചാരുന്നൊക്കെ ഉണ്ട് കേട്ടോ. കൺമണിയാണെങ്കിലോ അതൊന്നും തട്ടി മാറ്റാതെ തന്നെ അതെല്ലാം തന്നെ ആസ്വദിക്കുന്നത് പോലെയാണ് കാണുന്നത്. കാരണം മനസ്സുകൊണ്ട് കൺമണി എന്തായാലും കൃഷ്ണൻ്റെ ഭാര്യയായി കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് സാറിന് എന്ത് പ്രശ്നം വരുമ്പോഴും കൺമണി അവിടെ ഓടിയെത്തുന്നതും കൃഷ്ണ എന്ത് ചെയ്താലും കൺമണി ഒരു വാക്ക് പോലും എതിർത്ത് പറയാത്തതും. അങ്ങനെ രാവിലെ ആവുന്നുണ്ട്. രാവിലെ ആകുമ്പോഴത്തേനും ധനലക്ഷ്മി ആണെങ്കിലോ പിരിവിന് പോവുകയാണ്. ആ സമയത്ത് തന്നെ തൻ്റെ സ്കൂട്ടർ നോക്കുമ്പോൾ കാണാനില്ല. അപ്പോൾ മനോജ് ചേട്ടാ എന്ന് വിളിച്ച് ഗോകുല എന്നൊക്കെ വിളിച്ച് ഓടുന്നുണ്ട്. അപ്പോഴത്തേനും എല്ലാവരും ഓടിക്കൂടുന്നുണ്ട്. എന്താ ധനലക്ഷ്മി പ്രശ്നം? എൻ്റെ വണ്ടി കാണാനില്ല, ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോ ആവോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും എല്ലാവർക്കും സംശയം, ഈ വണ്ടി ഇന്നലെ വൈകിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, എന്തുമില്ലാത്തതുപോലെ ഇന്നത് ആരും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇനി കൺമണി എങ്ങാനാണോ? കൺമണിയാണ് ഇവിടെ കാണാനുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവൾക്കിന്ന് ഞാൻ വെച്ചിട്ടുണ്ട്, എൻ്റെ വണ്ടി ഞാൻ ചോദിക്കാതെ അവൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അവൾക്കിന്ന് നല്ല കൊടുക്കാം ഞാനെന്നൊക്കെ ധനലക്ഷ്മി പറയുകയാണ്. ആ സമയത്ത് തന്നെ വീണ്ടും ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അങ്ങനെ നേരം വെളുക്കുമ്പോൾ ക്രിസാറ് നല്ല ഉറക്കമാണ്. വീണ്ടും കൺമണി വിളിക്കാതെ തന്നെ അവിടെ ചാരി ഇരുത്തിയിട്ട് അങ്ങ് എണീറ്റ് പോവാണ്. അപ്പോഴത്തേനാണ് സാഗർ വരുന്നത് കണ്ടോടുകൂടി കൺമണി അവിടെ മറിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിൽ മോനെ എണീക്ക്, എന്താ കൃഷി ഇങ്ങനെ ഉറങ്ങുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുന്നത്. വേണ്ട അച്ഛാ, ഇവിടെ നിന്നാൽ നിനക്ക് കൊതുകടി കൊണ്ട് ഉറക്കമില്ലാതെയാവും. നീ എന്താ മോനെ പറഞ്ഞാൽ കേൾക്കാത്തേ? ഇന്നലെ രാത്രി ഞാൻ നന്നായി ഉറങ്ങി അച്ഛാ, എനിക്കൊന്നും കൊതുകോ ഒന്നും കടിച്ചില്ല. ആരുടെ ചുമലിൽ കിടന്ന് ഉറങ്ങുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒന്നുകിൽ അമ്മയോ ആൻറ്റിയോ അച്ഛനോട് വന്നിരുന്നിട്ടുണ്ടാവുമല്ലേ, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക. നീ വല്ല സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ആരും വന്നിട്ടില്ല, ഇരുന്നിട്ടുമില്ല. നീ സ്വപ്നം കണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല അച്ഛാ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. കൺമണിയാണെങ്കിൽ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം കൺമണി വീണ്ടും വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ എല്ലാവരും വട്ടം ചുറ്റി നിൽക്കുന്നുണ്ട്. എന്താ കൺമണി ഈ കാണിച്ചേ? എൻ്റെ വണ്ടി എടുത്തിട്ടാണോ നീ പോയതെന്ന് ധനലക്ഷ്മി ചോദിക്കുന്നു. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കമ്പനിയിൽ, എനിക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും നീ എന്താണ് ചോദിക്കാതെ എടുത്തിട്ട് പോയി മോശമായി എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് വെച്ചതാണ്, രാവിലെ തന്നെയാണ് ഞാൻ പോയതും, നിങ്ങളെങ്ങോട്ടെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ ഞാൻ കൊണ്ടുതരാമെന്ന് വെച്ചത് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തടി തപ്പ് കേട്ടോ കൺമണി. അപ്പോഴത്തേനും അമ്മായിമാരോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും കമ്പനിയിൽ അത്യാവശ്യ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഞങ്ങൾക്കൊന്നും അറിയില്ല. അപ്പോഴേക്കും അച്ഛന് ഡൗട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം കൺമണി എന്തായാലും ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൺമണി റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കൃഷി തൻ്റെ ചുമലിൽ ചാരുന്നതും കൈ കയറി പിടിക്കുന്നതും ഒക്കെ കേട്ടോ. കാരണം കൃഷ്ണൻ ഒരിക്കലും തന്നെ കൺമണിക്ക് മറ്റാർക്കും വിട്ടുകൊടുക്കാനായിട്ട് മനസ്സ് സമ്മതിക്കുന്നില്ല. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൂഗിൾ വരുന്നത്. ഗൂഗിൾ വന്നിട്ട്, എന്താ അപ്പേ, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പ എന്തിനാ, എവിടേക്കാണ് പോയത്? ഞാൻ ഹോസ്പിറ്റലിൽ പോയതായിരുന്നടാ. കൃപ ചേച്ചി കാണാൻ വേണ്ടി പോയതാണ് അപ്പേ. കൃപയെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോയത്. പക്ഷേ കൃഷി സാറിന് ഒരു ആപത്ത് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ വേഗം ഓടി ചെല്ലേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ വരുന്നുണ്ട്. മോളെ, ഇത് ചെയ്യുന്നത് ശരിയാണോ? നീ വരുണിനെ വിവാഹം കഴിക്കാൻ പോകുന്നവളാണ്, ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ കാണിച്ചുകൊണ്ടാണ് ഇന്ന് സൂപ്പർ കൺമണി സീരിയലിൻ്റെ നല്ലൊരു എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.